എല്ലാവർക്കും നമസ്കാരം. MG Tech ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം അങ്ങനെ മൊനമ്പം ബീച്ചിൽ വന്ന് ഈ ചെറായി ബീച്ചിലേക്ക് വന്ന് അതിനുശേഷമാണ് നമ്മൾ മൊനമ്പം ബീച്ചിലേക്ക് വന്നേക്കണം. അപ്പോൾ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറായി ബീച്ചിൻ്റെ അവസ്ഥ ഏകദേശം ശോകമായി. കാരണം ഈ മണ്ണിലേക്ക് ഇറങ്ങി നടക്കാനുള്ള സ്ഥലവും ഇതൊക്കെ പോയി. മണ്ണിൽ ഇറങ്ങി നമുക്ക് കാലുത്താൻ പറ്റില്ല. സീവാളിൻ്റെ അടുത്ത് വരെ കടൽ കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ മൊനമ്പം ബീച്ചിലേക്ക് വന്നപ്പോൾ. ഇവിടെ രാവിലെയൊക്കെ വന്നെയാണെങ്കിൽ ഈ വഞ്ചിയൊക്കെ അടുത്ത് മീനൊക്കെ ഉണ്ടാവും കേട്ടോ. മത്സ്യബന്ധനത്തിൽ പോയിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വഞ്ചിയൊക്കെ കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും കാണുന്നില്ല. പിന്നെ ചീന വലകളൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട്. ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് ചീന വലകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഈ മഴയൊക്കെ വന്നേക്കണോണ്ട് ഈ ബീച്ചിൻ്റെ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണം കേട്ടോ. ഈ നടക്കണ വഴികളിൽ മാത്രമേ വലിയ കുഴപ്പമില്ലാണ്ടുള്ളൂ. ബാക്കിയുള്ള ഏരിയയിലൊക്കെ പുല്ലൊക്കെ വളർന്നിട്ട് എൻ്റെ അത്രയും ഹൈറ്റിൽ തന്നെ പുല്ല് വളർന്നിട്ടുണ്ട്. മൊനമ്പം ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആകെ ഒരു ശോക അവസ്ഥയാണ് തോന്നിയത്. ഇവിടെ കടലിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാനും ഈ ഇങ്ങനെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റുമെങ്കിലും ഈ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ പാവലും വേസ്റ്റൊക്കെ വന്ന് കയറി ഇങ്ങനെ മോശമായിട്ട് കിടക്കണം. അത്രയ്ക്ക് ഇതായിട്ട് കിടക്കലാണ്. ഞാൻ മുമ്പ് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. എല്ലാ സാധനവും ഇതൊക്കെ ആയിട്ട് അതുപോലെ ഇവിടെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നശിച്ച ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഇരിക്കാനും മറ്റുള്ള വ്യൂ ഒക്കെ നോക്കുമ്പോൾ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പുലിമുട്ടും ഇതൊക്കെ ഉണ്ട്. ഈ പുലിമുട്ടും മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഭംഗിയാണ് ഈ മൊനമ്പം ബീച്ച്. അതുപോലെ നമുക്ക് ഇവിടെ ഇറങ്ങി ഇരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട്. ചെറായി ബീച്ചിനെക്കാളും ഒത്തിരി ഏരിയ ഉണ്ട്. ഇത് കണ്ട നമ്മൾ ചെറായി ബീച്ചിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇറങ്ങാനുള്ളൊരു സൗകര്യമൊന്നും കിട്ടുമല്ലോ കേട്ടോ. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനും കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗത്ത് ഇറങ്ങിയാൽ അധികം പ്രശ്നമൊന്നുമില്ല. കാരണം ഈ പുല്ലിമുട്ട് കണ്ട, ഈ പുല്ലിമുട്ടിൻ്റെ ഇപ്പുറത്തായതുകൊണ്ട് കുറച്ച് ആഴം കുറവായിരിക്കും. എങ്കിലും അധികം അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ ചെറായി ബീച്ചിലെ പോലെ ഇവിടെ ലൈഫ് ഗാർഡ്സിൻ്റെ സൗകര്യമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും വരുന്നത് ചെറായി ബീച്ചിലേക്കാണല്ലോ. അപ്പോൾ അവിടെയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയിരിക്കുള്ളൂ ലൈഫ് ഗാർഡ്സൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങി നിൽക്കാനും അതുപോലെ അസ്തമയം നല്ല രീതിയിൽ കാണാനും കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന ഈ പുലിമുട്ടുണ്ടല്ലോ, ആ പുലിമുട്ടിലേക്ക് കയറി നിൽക്കാനും അതുപോലെ ഈ പുലിമുട്ടിൻ്റെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് തൃശ്ശൂർ ജില്ലയാണ്, അഴീക്കോട് എന്ന് പറയും. ആ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റുന്ന സൗകര്യമുള്ളത് ഇവിടെ മാത്രമാണ്. ഞാനൊരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ ഒരുപാട് ഗെയിംസിനുള്ള സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. വാട്ടർ സ്പോർട്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഈ കയാക്കിങ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഈ മഴയൊക്കെ വന്നപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്നറിയില്ല. ഈ സാധനമൊക്കെ എന്ത് നശിച്ചു പോയാൽ അല്ലെങ്കിൽ ഇത് നടത്തിപ്പോയാൽ ഇത് നിർത്തിപ്പോയാണെന്നൊന്നും മനസ്സിലാകുന്നേ ഇല്ല. എല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ നെപ്റ്റ്യൂൺ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വാട്ടർ സ്പോർട്സിൻ്റെ ഒക്കെ നടത്തിയിരുന്ന വെച്ചതിൻ്റെ ഇതാണെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാറും ഇതൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. 20 രൂപ പാർക്ക് ഫീ ആവുള്ളൂ. അപ്പോൾ അവിടെ